എല്ലാ വാറ്റ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ ലോകത്തെല്ലായിടത്തും GST ആയിക്കോട്ടെ, ലോകത്തെല്ലായിടത്തുള്ള വാറ്റ് ആയിക്കോട്ടെ, എല്ലാ സിസ്റ്റത്തിലും ഔട്ട്പുട്ട് ടാക്സ്, ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്ന ടേം ഉണ്ട്. ശേഷം നമുക്ക് അറിയേണ്ടതാണ് ടാക്സ് ലയബിലിറ്റി. ഓക്കെ, ഈ 3 കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് വാറ്റ് വർക്ക് ചെയ്യുന്നത്, ഒരാൾ എത്ര വാറ്റ് പേ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്ക് ധാരണ ഉണ്ടാവും. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് എന്താണ്, ഇൻപുട്ട് ടാക്സ് എന്താണ് എന്നുള്ളത് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഇപ്പോൾ ഔട്ട്പുട്ട് ടാക്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ടേം കറക്റ്റായിട്ട് ഓർമ്മിക്കുക. ഞാൻ പറഞ്ഞു നേരത്തെ, നമുക്കിവിടെ ഡിഗ്രിയൊക്കെ പഠിച്ച് അല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ GST കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഔട്ട്പുട്ട് ടാക്സ്. ഒരു ഫേം അവരുടെ സപ്ലൈ എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ വരാം എന്നുള്ളതാണ്. സെയിൽസ് വരാം, എക്സ്പോർട്ട് സെയിൽ തന്നെയാണ്, അതുപോലെ ഇമ്പോർട്ട്സ്, ഇതൊക്കെ സപ്ലൈസിൽ വരുന്നതാണ്. അപ്പോൾ അവരുടെ സപ്ലൈ ഫോർ എക്സാമ്പിൾ ഒരു 1000 രൂപയുടെ ഒരു സെയിൽ നടത്തി കഴിഞ്ഞാൽ, 1000 രൂപ എന്ന് പറയണ്ട, നമുക്ക് ദിർഹംസ് എന്നുള്ള രീതിയിൽ പറയാം, AED അറബ് എമിറേറ്റ് ദിർഹംസ്, 1000 ദിർഹംസിൻ്റെ സെയിൽ നടത്തി കഴിഞ്ഞാൽ ഈ 1000 ദിർഹംസ് ഇയാൾ ടാക്സ് രജിസ്ട്രേഷൻ എടുത്ത ആളാണെങ്കിൽ, നേരത്തെ രജിസ്ട്രേഷൻ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, ലിമിറ്റ് 1,87,500 ദിർഹംസിന് മുകളിൽ ആനുവൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കാം, വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ എടുത്തു എന്ന് വിചാരിക്കുക. എടുത്തു കഴിഞ്ഞാൽ ടാക്സ് ബാധ്യസ്ഥനായി. 3,76,000 മുകളിലാണെങ്കിൽ നിർബന്ധമായിട്ട് എടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട്, ഞാൻ ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ട്, പക്ഷേ എൻ്റെ ടേൺ ഓവർ 1,87,500 താഴെയാണ് ഇപ്പം കഴിഞ്ഞ കൊല്ലം വന്നത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ടാക്സ് അടക്കുന്നില്ല. അങ്ങനെ ഇല്ല. ടാക്സ് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ലിമിറ്റാണ് ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ്. ആ ലിമിറ്റിലേക്ക് നമുക്ക് ഏതെങ്കിലും വർഷം ടേൺ ഓവർ എത്തിയില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ടാക്സ് അടക്കാൻ പാടില്ല അല്ലെങ്കിൽ അടക്കുന്നില്ല എന്നുള്ള സംഭവമില്ല. നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതിനാണ് ആ ലിമിറ്റ് വെച്ചിരിക്കുന്നത്. രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽ 1 രൂപയാണെങ്കിൽ കൂടി ആ 1 രൂപയുടെ മുകളിൽ ടാക്സ് അടക്കണം. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ 1000 ദിർഹത്തിൻ്റെ ഒരു സെയിൽ നടന്നു. സപ്ലൈ എന്ന് നമുക്ക് കോമൺ ആയിട്ട് പറയാം. ഞാൻ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഒരു കൺവീനിയൻസിന് വേണ്ടി സെയിൽ എന്നുള്ള രീതി പറയാണ്, സപ്ലൈ എന്നാണ് ഇതിന് പറയുക. നിയമം പറയുന്നത് സപ്ലൈ എന്നുള്ള രീതിയിലാണ്. 1000 ദിർഹത്തിൻ്റെ ഒരു സെയിൽ നടന്നു കഴിഞ്ഞാൽ ഇയാൾ ടാക്സ് രജിസ്ട്രേഷൻ എടുത്ത ആളാണെങ്കിൽ നിർബന്ധമായിട്ട് ഇയാൾ എന്ത് ചെയ്യണം, 5% ടാക്സ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 1000 ദിർഹത്തിൻ്റെ ഒരു സെയിൽ നടത്തി കഴിഞ്ഞാൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 5% ടാക്സ് ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നത് 1050 ദിർഹംസ് ആണ്. അപ്പോൾ 1050 ദിർഹംസ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഈ 1050 ദിർഹംസിൽ 1000 മാത്രമേ എന്തുള്ളൂ, നമ്മുടെ പൈസ ഉള്ളൂ. ബാക്കി 50 ദിർഹംസ് നമ്മുടേതല്ല. ആരതാണത്? അത് ഗവൺമെൻറ്റിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഈ 50 ദിർഹംസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഔട്ട്പുട്ട് ടാക്സ് എന്നുള്ള പേരിൽ പറയാം. അപ്പോൾ നമ്മളൊരു സെയിൽ നടത്തിക്കഴിഞ്ഞാൽ കസ്റ്റമറുടെ കയ്യിൽ നിന്നും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൻ്റെ കൂടെ നമ്മൾ കളക്ട് ചെയ്യുന്ന പൈസയാണെന്ത്? ഔട്ട്പുട്ട് ടാക്സ്. കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് ഔട്ട്പുട്ട് ടാക്സ്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലായി കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സാധനത്തിൻ്റെ ബില്ല് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ബില്ല് ഇങ്ങനെ നിരന്തരം ബില്ലുകൾ ഇങ്ങനെ ഉണ്ടാവും. ആ ബില്ലുകളുടെ ഓരോ ഡീറ്റെയിൽ ഉണ്ടാവും. അതിൻ്റെ കൂടെ താഴെ GST ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ നാട്ടിലാണെങ്കിൽ CGST, SGST എന്നൊക്കെയാണ് കാണുക. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സ്, സ്റ്റേറ്റിൻ്റെ ടാക്സ് എന്നുള്ളൊരു സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. UAE അങ്ങനെയൊന്നുമില്ല, ഒറ്റ ഇതേ ഉള്ളൂ, ഒറ്റ ഗവൺമെൻറ്, ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഒരു ബില്ല് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് പ്ലസ് അതിൻ്റെ കൂടെ GST ആഡ് ചെയ്തിട്ടുണ്ടാവും. ഈ GST ആക്ച്വലി ഔട്ട്പുട്ട് ടാക്സ് ആണ്. അതുപോലെ തന്നെ UAEയിലും ഇതേ സംഭവം തന്നെയാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ ആ വിറ്റ പ്രൊഡക്റ്റിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ 5% ആണ് ജനറൽ ടാക്സ് എന്ന് പറഞ്ഞു. UAEയിൽ 5 അല്ലാത്ത അല്ലെങ്കിൽ 12, 18, 28 എന്ന് പറഞ്ഞ ഡിഫറെൻറ്റ് ടാക്സ് റേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒറ്റ 5% ടാക്സ് റേറ്റേ ഉള്ളൂ. ആ 5% നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പ്രൊഡക്റ്റിൻ്റെ വിലയുടെ കൂടെ കളക്ട് ചെയ്ത് കിട്ടും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. ഈ ടാക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഔട്ട്പുട്ട് ടാക്സ്. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്ന ടേം ഫെമിലിയർ ആവണം നമ്മളൊരു ടാക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുമ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്ന, നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ ആ പ്രൈസിൻ്റെ കൂടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് ഔട്ട്പുട്ട് ടാക്സ്. ഈ ടാക്സ് ആക്ച്വലി ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടതാണ്. പക്ഷേ അടക്കണോ വേണ്ടയോ എന്നുള്ളത് പറയാം.
നെക്സ്റ്റ് ടേം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇൻപുട്ട് ടാക്സ്. ഇൻപുട്ട് ടാക്സ് എന്ന് പറയുമ്പം നമ്മൾ ഈ ബിസിനസ് ഇതേപോലെ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. ഇവരുടെ സപ്ലയറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഡീലറുടെ അടുത്ത് നിന്നോ എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് സ്റ്റോക്ക് ചെയ്തിട്ടാണ് സെയിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ സപ്ലയർ നമ്മുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യും, നമ്മുടെ പർച്ചേസ് കോസ്റ്റിൻ്റെ കൂടെ ടാക്സ് അവരങ്ങോട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അഥവാ നമ്മൾ ഇപ്പോൾ ഒരു 500 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 500 രൂപയുടെ പർച്ചേസിൻ്റെ 5% കൂടി ആഡ് ചെയ്യുമ്പം 525 രൂപ അല്ലെങ്കിൽ 525 ദിർഹംസ് അവരെന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ സപ്ലയർ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ 500 + 25 നമ്മൾ കൊടുത്തു. ഈ 500 എന്ന് പറയുന്നത് ആക്ച്വലി കോസ്റ്റാണ്. 25 എന്ന് പറയുന്നത് സപ്ലയർ ഈടാക്കിയ വാറ്റാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നേരത്തെ നമ്മൾ 1000-ന് സെയിൽ ചെയ്തിട്ട് 50 രൂപ കസ്റ്റമറുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തു ഫ്രം കസ്റ്റമർ. 50 രൂപ എന്ന് പറയുമ്പോൾ അത് 50 ദിർഹമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 50 ദിർഹംസ് കസ്റ്റമറുടെ കയ്യിൽ നിന്നും എക്സ്ട്രാ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതേ പ്രൊഡക്റ്റ് നമ്മുടെ സപ്ലയറുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തപ്പം അത് 500 ആയിരുന്നു കോസ്റ്റ്. നമ്മുടെ ലാഭം ഇട്ടിട്ടാണ് 500 എന്ത് ചെയ്തത്, 1000 ആയത്. അപ്പോൾ 25 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സപ്ലയർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ കസ്റ്റമറുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത സംഭവത്തിന് നമ്മൾ എന്ത് വിളിക്കുന്നു, ഔട്ട്പുട്ട് ടാക്സ് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ സപ്ലയർക്ക് കൊടുത്ത 25 നമ്മൾ എന്ത് വിളിക്കുന്നു, ഇൻപുട്ട് ടാക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ്, ഇൻപുട്ട് ടാക്സ് എന്നുള്ള ടേം മനസ്സിലായി. കസ്റ്റമറുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സിനെ ഔട്ട്പുട്ട് ടാക്സ് എന്നും സപ്ലയർക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം കൊടുക്കുന്ന ടാക്സിനെ ഇൻപുട്ട് ടാക്സ് എന്നും വിളിക്കുന്നു. ഇനി മൂന്നാമത്തെ ടേം അറിയേണ്ടത് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്ന ഭാഗമാണ്. നമുക്ക് എത്രയാണ് ഇതിൽ ടാക്സ് അടക്കേണ്ടത്? നമ്മളിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് 500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു, 25 രൂപ ഇൻപുട്ട് ടാക്സ് സപ്ലയർക്ക് കൊടുത്തു. ദെൻ നമ്മൾ അതിന് മുകളിൽ ലാഭം ഇട്ടിട്ട് അതേ പ്രൊഡക്റ്റ് നമ്മൾ 1000 രൂപ അല്ലെങ്കിൽ 1000 ദിർഹത്തിന് നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് വിറ്റു. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 5% ടാക്സ് എന്നുള്ള രീതിയിൽ 50 രൂപ 50 ദിർഹംസ് നമ്മൾ കളക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ 500-ന് വാങ്ങിച്ചു, 25 കൊടുത്തു, 25 സപ്ലയർക്ക് കൊടുത്തു. ദെൻ 1000-ന് അതേ സാധനം വിറ്റു, 50 കസ്റ്റമർ തന്നു. അപ്പോൾ ഇവിടെ 25 എന്ന് പറയുന്നത് ഇൻപുട്ടാണെന്ന് പറഞ്ഞു, 50 എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണെന്നും പറഞ്ഞു. ടാക്സ് ലയബിലിറ്റി 25 രൂപയാണ് ടാക്സ് ലയബിലിറ്റി വരിക. കാരണം നമ്മൾ ഓൾറെഡി ഈ പ്രൊഡക്റ്റിന് ടാക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിൽ 500 എന്ന് പറയുന്ന വാല്യൂ അഡീഷൻ നടത്തി ലാഭം ഇട്ടു. 500 രൂപയ്ക്ക് അല്ലെങ്കിൽ 500 ദിർഹത്തിന് വാങ്ങിച്ചിട്ട് എക്സ്ട്രാ ഒരു 500 രൂപ കൂടി നമ്മൾ അതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് ആ പ്രൊഡക്റ്റാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, 1000-ന് വിറ്റിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വാല്യൂ അഡീഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളായിട്ട് നടത്തിയിട്ടുണ്ട്. അത് 500 ആണ്. അപ്പോൾ ഗവൺമെൻറ്റിന് എന്തേ വേണ്ടു, നമ്മൾ എത്രയാണോ വാല്യൂ അഡീഷൻ നടത്തിയത് അതിൻ്റെ മുകളിലുള്ള ടാക്സേ ഗവൺമെൻറ്റിന് വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കോസ്റ്റ് 500 ആണ്, അതിൻ്റെ ടാക്സ് നമ്മൾ ആർക്ക് കൊടുത്തു, നമ്മുടെ സപ്ലയർക്ക് കൊടുത്തു. നമ്മൾ അതിൻ്റെ മുകളിൽ 500 വാല്യൂ അഡീഷൻ നടത്തി, എന്നിട്ട് നമുക്ക് 1000 ആയി. ഈ 1000 നമ്മൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമറുടെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 50 രൂപ അല്ലെങ്കിൽ 50 ദിർഹംസും കൂടി ടാക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 50-ൽ ശരിക്കും പറഞ്ഞാൽ കസ്റ്റമറുടെ അടുത്ത് വാങ്ങുന്ന ടാക്സ് ഒക്കെ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിൽ 50-ൽ 25 ഓൾറെഡി സപ്ലയർക്ക് കൊടുത്ത് സപ്ലയർ ടാക്സ് അടച്ചോളും. ഓക്കെ, ബാക്കി 25 ഉണ്ടല്ലോ, നമ്മൾ അഡീഷൻ നടത്തിയതിന് വാല്യൂ നമ്മൾ പ്രോഫിറ്റോ മറ്റോ ആഡ് ചെയ്തതിൻ്റെ മുകളിലുള്ള 25 ഉണ്ടല്ലോ, ആ 25 നമ്മളുടെ ടാക്സ് ലയബിലിറ്റി. അപ്പോൾ ഇതിൽ ഏറ്റവും ബ്രീഫായിട്ട് നോക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഔട്ട്പുട്ട് ടാക്സ് ഒരു മാസത്തെ കാര്യമാണ് നോക്കുന്നതെങ്കിൽ ആ മാസത്തെ മൊത്തത്തിലുള്ള ഔട്ട്പുട്ട് ടാക്സ് എത്രയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ മാസത്തിലുള്ള മൊത്തമുള്ള ഇൻപുട്ട് ടാക്സ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നെറ്റ് ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് നെറ്റ് ടാക്സ് ലയബിലിറ്റി. ഈ എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അതാത് മാസം, ഇപ്പം ചില
വാറ്റ് രജിസ്ട്രേഷൻ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം മന്ത്ലി പേ ചെയ്യേണ്ടതുണ്ടാവും, ക്വാർട്ടർലി പേ ചെയ്യേണ്ടതുണ്ടാവും. അതെങ്ങനെയാണോ അവരുടെ പീരീഡ് വരുന്നത് അതിനനുസരിച്ചിട്ട് അവർക്കൊരു ഡ്യൂ ഡേറ്റ് ഉണ്ടാവും. ആ ഡ്യൂ ഡേറ്റിനകത്ത് നമ്മൾ ഈ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ചില മാസങ്ങളിൽ സെയിൽ കുറവും പർച്ചേസ് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും, ഇൻപുട്ട് ടാക്സ് കൂടുതലായിരിക്കും. അഥവാ ഫോർ എക്സാമ്പിൾ ആ മാസത്തെ സെയിൽസിൻ്റെ കൂടെ കളക്ട് ചെയ്ത ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് 50,000 ദിർഹംസ് ആണെന്ന് വിചാരിക്കുക. ആ മാസത്തെ പർച്ചേസ് കുറച്ച് അധികമായിപ്പോയി. അപ്പോൾ നമ്മൾ സപ്ലയർക്ക് കൊടുത്തിരിക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് ഒരു 60,000 ദിർഹംസ് ആണെന്നിരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തുണ്ടാവില്ല, ടാക്സ് ലയബിലിറ്റി ഉണ്ടാവില്ല. 10,000 നമ്മൾ അധികമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഗവൺമെൻറ് എന്ത് ചെയ്യും, നമുക്ക് തിരിച്ചു തരേണ്ട ഒരു പൈസ ആയിരിക്കും. അഥവാ ഗവൺമെൻറ് നമുക്കുള്ള ടാക്സ് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, നമ്മുടെ ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ ടാക്സ് നമുക്ക് അനുവദിച്ചിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ടാവും, ഒരു പോർട്ടൽ ഉണ്ടാവും. ആ പോർട്ടലിൽ ഈ 10,000 ദിർഹംസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള രൂപത്തിലുണ്ടാകും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇൻപുട്ട് ടാക്സ് ലയബിലിറ്റി കൂടുതലും ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കുറവും ഉള്ള സാഹചര്യത്തിലാണ് അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പീരീഡിലുള്ള റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നെക്സ്റ്റ് പീരീഡിലുള്ള ടാക്സ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആ സമയത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10,000 നമുക്ക് ഇങ്ങോട്ട് തരാനുള്ള രൂപത്തിലാണ് വന്നെന്നിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജനുവരി മാസം, ഫെബ്രുവരി മാസത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് ഒരു 60,000 AED ഔട്ട്പുട്ട് ടാക്സ് വന്നു. ഒരു 55 വേണ്ട, ഒരു 45,000 നമുക്ക് ഇൻപുട്ട് ടാക്സ് വന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എത്ര അടക്കണം, 15,000 ടാക്സ് ലയബിലിറ്റി നമുക്ക് വരും ആ മാസം. പക്ഷേ ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ എന്തുണ്ട്, കഴിഞ്ഞ മാസം ഗവൺമെൻറ് ഇങ്ങോട്ട് തരാനുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ തരാനുള്ള 10,000 മൈനസ് ചെയ്തിട്ട് ബാക്കി 5,000 എന്ത് ചെയ്താൽ മതി, ലയബിലിറ്റി പേ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഈ ഒരു റൂട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എന്താണ്, ഇൻപുട്ട് ടാക്സ് എന്താണ്, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് മൈനസ് ചെയ്താൽ പോസിറ്റീവാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ടതുണ്ട്. ഓരോ ബിസിനസ്സിനും അവരുടെ ഡ്യൂ ഡേറ്റ് എന്താണോ ആ ഡ്യൂ ഡേറ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ ഡ്യൂ ഡേറ്റിനകത്ത് ഈ പേയ്മെൻറ്റ് റിട്ടേൺ റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്ത് നമ്മുടെ ഔട്ട്പുട്ട് എത്ര ഉണ്ട്, ഇൻപുട്ട് എത്ര ഉണ്ട് എന്നൊക്കെയുള്ള മൊത്തം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ ടാക്സ് ലയബിലിറ്റി ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് പേ ചെയ്യണം. പേ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഫൈൻസ് ഒക്കെ വേറെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നേരെ മറിച്ച് ഔട്ട്പുട്ട് ടാക്സ് കുറവ് ഇൻപുട്ട് ടാക്സ് കൂടുതലാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തരാനാണ് ഉണ്ടാവുക. അത് ഗവൺമെൻറ് നമ്മുടെ അക്കൗണ്ടിലൊന്നും ഇട്ട് തരില്ല. ചില ബിസിനസ്സുകാരൊക്കെ ചോദിക്കാറുണ്ട്, ആ പൈസ എപ്പോഴും നമുക്ക് കിട്ടാം. അങ്ങനെ കിട്ടാനൊന്നും പോകുന്നില്ല. നമ്മുടെ അക്കൗണ്ടിൽ അത് നമുക്ക് തരാനുള്ളൊരു ഗവൺമെൻറ് ഇങ്ങോട്ട് തരാനുള്ളൊരു ലയബിലിറ്റി ആയിട്ട് അവിടെ കിടക്കും. നെക്സ്റ്റ് പീരീഡിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് അത് സെറ്റ് ഓഫ് ചെയ്യും. അത് സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിച്ചു തരാം ടാക്സ് വർക്ക് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ നമ്മൾ ഒരു വാറ്റിൻ്റെ എങ്ങനെയാണ് വാറ്റ് വർക്ക് ചെയ്യുന്നുള്ള ഡെമോൺസ്ട്രേഷനിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു സപ്ലയർ ഒരു ഫാക്ടറിക്ക് സപ്ലയർ ഒരു ഫാക്ടറിയിലേക്ക് പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ്, സെയിൽ ചെയ്യാണ്. പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് വരുന്നത് 1000 AED ആണ്, 1000 AED ആണ്. 5% ജനറൽ ടാക്സ് റേറ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 1000 AEDക്ക് പ്രൊഡക്റ്റ് ഫാക്ടറിക്ക് സെയിൽ ചെയ്യുമ്പോൾ സപ്ലയർ 50 ദിർഹംസും കൂടി എന്ത് ചെയ്യാണ്, അതിൻ്റെ കൂടെ ടാക്സ് കളക്ട് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സപ്ലയറെ സംബന്ധിച്ചിടത്തോളം ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 50 ആണ്. ഇവർ 50 ദിർഹംസ് എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് എടുക്കണം. അപ്പോൾ 1000 AEDയുടെ പ്രൊഡക്റ്റ് 1050 ടാക്സ് ഉൾപ്പെടെ 1050ക്ക് ഫാക്ടറിയിലേക്ക് സപ്ലയർ സപ്ലൈ ചെയ്യുന്നു. ഈ ഫാക്ടറിയിൽ നിന്ന് ഈ റോ മെറ്റീരിയലോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ പ്രോസസ്സ് ചെയ്തിട്ട് വാല്യൂ അഡീഷൻ നടത്തിയിട്ട് സെയിം സംഗതി അല്ലെങ്കിൽ മെറ്റീരിയൽ മറ്റൊരു പ്രൊഡക്റ്റാക്കി മാറ്റിയിട്ട് അത് 2000 ദിർഹംസിന് എന്ത് ചെയ്യുന്നു, ഹോൾസെയിലർക്ക് സെയിൽ ചെയ്യുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2000 ദിർഹംസ് ഹോൾസെയിലർക്ക് സെയിൽ ചെയ്യുമ്പോൾ ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് 5% ആണല്ലോ ടാക്സ് റേറ്റ്. 2000 പ്ലസ് ടാക്സ് 5% എന്ന് പറയുമ്പം 100 ദിർഹംസ് എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. അപ്പോൾ 2000
100 ആയിരിക്കും ഹോൾസെയിലർ ഫാക്ടറിക്കാരൻ എന്ത് ചെയ്യേണ്ടത്, പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫാക്ടറിയുടെ ടാക്സ് ലയബിലിറ്റി എന്തായി, 1080 ആയി മാറി. അഥവാ ഫാക്ടറി ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ടാക്സ് 100 ആണ്. ഇതാണ് ഫാക്ടറിയുടെ ഔട്ട്പുട്ട് ടാക്സ്. ഓക്കെ, ഓൾറെഡി ഫാക്ടറി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ 2000 എന്ന് പറയുന്ന വിലയിട്ട റോ മെറ്റീരിയലോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ 1000-നായിരുന്നു സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നത്. അപ്പം സപ്ലയർക്ക് 50 കൊടുത്തിരുന്നു. അപ്പോൾ ആക്ച്വലി ഫാക്ടറിയുടെ നെറ്റ് ടാക്സ് ലയബിലിറ്റി ഫാക്ടറി ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത് എത്രയാണ്? ഓൾറെഡി ഫാക്ടറി 50 സപ്ലയർക്ക് കൊടുത്തത് സപ്ലയർ ഗവൺമെൻറ്റിന് കൊടുത്തോളും. ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് 100 വാങ്ങിച്ചിട്ടുണ്ട്, 100 വാങ്ങിച്ച് 50 ഓൾറെഡി സപ്ലയർക്ക് കൊടുത്തു കഴിഞ്ഞത് കൊണ്ട് 100-ൽ നിന്ന് 50 മൈനസ് ചെയ്ത് ബാക്കി 50 എന്ത് ചെയ്യേണ്ടത്, ഫാക്ടറി ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 1000 എന്നുള്ളത് വാല്യൂ അഡീഷൻ നടത്തിയിട്ട് 2000 ആക്കി ഫാക്ടറി. അപ്പോൾ അഡീഷൻ നടത്തിയതിൻ്റെ ടാക്സ് ആർക്ക് വേണ്ടുള്ളൂ, ഗവൺമെൻറ്റിന് വേണ്ടുള്ളൂ. ഇനി ഹോൾസെയിലർ എത്തുമ്പോഴത്തേക്കോ, ഹോൾസെയിലർ 2000-നാണ് ഫാക്ടറിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്, 100 ടാക്സ് അതിൻ്റെ കൂടെ പ്ലസ് വന്നിട്ടുണ്ട്. അപ്പോൾ 2100 വാങ്ങിച്ചു, 2000 അതിൻ്റെ കോസ്റ്റ്, 100 എന്ന് പറയുന്നത് ടാക്സ് ആണ്. ഹോൾസെയിലർ വീണ്ടും വാല്യൂ അഡീഷൻ നടത്തിയിട്ട് 3000-ന് എന്ത് ചെയ്തു, റീറ്റെയിലർക്ക് വിറ്റു. അപ്പോൾ 2000 എന്ന് പറയുന്നതിൻ്റെ കൂടെ 1000 കൂടി വാല്യൂ അഡീഷൻ നടത്തിയിട്ട് 3000-നാണ് വിറ്റത്. അപ്പോൾ 3000-ൻ്റെ 5% എന്ന് പറയുന്നത് 150 ദിർഹംസ് ആണ് അതിൻ്റെ ടാക്സ്. അപ്പോൾ റീറ്റെയിലർ എന്ത് ചെയ്യും, 3000 പ്ലസ് 150, 3150 ഹോൾസെയിലർ കൊടുക്കും. ഈ 150 ആക്ച്വലി ഹോൾസെയിലർ എന്ത് ചെയ്യേണ്ടതാണ്, ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടതാണ്. കൊടുക്കുന്ന സമയത്ത് ഹോൾസെയിലർ ഓൾറെഡി ഫാക്ടറിക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 100 കൊടുത്തിട്ടുണ്ട്. ഹോൾസെയിലർ ഫാക്ടറിയുടെ കയ്യിൽ നിന്ന് 2000-ന് വാങ്ങുമ്പോൾ ഫാക്ടറി 100 ദിർഹംസ് ടാക്സും കൂടി ഈടാക്കിയിരുന്നു. അത് ഓൾറെഡി ഹോൾസെയിലർ ഫാക്ടറിക്ക് കൊടുത്തത് കൊണ്ട് റീറ്റെയിലർ ഹോൾസെയിലറിന് കൊടുത്തിരിക്കുന്ന 150-ൽ 100 കഴിച്ച് ബാക്കി 50 എന്ത് ചെയ്താൽ മതി, ഹോൾസെയിലർ ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മതി. അഥവാ ഹോൾസെയിലർ ആഡ് ചെയ്ത 1000-ൻ്റെ ടാക്സ് ഹോൾസെയിലർ ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മതി. അപ്പോൾ റീറ്റെയിലർ ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫൈനൽ കൺസ്യൂമർക്ക് റീറ്റെയിലർ എന്ത് ചെയ്തു, ഈ പ്രോഡക്റ്റ് വിറ്റു. ഫൈനൽ കൺസ്യൂമർക്ക് എത്ര വിറ്റത്, 3000-ന് വാങ്ങിച്ചിട്ട് 5000-ന് വിറ്റു. 2000 ദിർഹംസ് എന്ത് ചെയ്തു, വാല്യൂ അഡീഷൻ നടത്തി. അപ്പോൾ 2000 ദിർഹംസ് വാല്യൂ അഡീഷൻ നടത്തുമ്പോൾ 5000-നാണ് വിൽക്കുക. 5000-ൻ്റെ 5% കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങണം. അപ്പോൾ 5000-ൻ്റെ 5% 250 ദിർഹംസ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് റീറ്റെയിലർ. ഈ 250 റീറ്റെയിലറുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. ഈ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയാണ് റീറ്റെയിലർ എന്ത് ചെയ്യുന്നത്, ശരിക്കും ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടത്. പക്ഷേ റീറ്റെയിലർ ഓൾറെഡി 150 ഹോൾസെയിലർക്ക് നേരത്തെ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 250-ൽ 150 കഴിച്ചിട്ട് ബാക്കി 100 എന്ത് ചെയ്താൽ മതി, ഗവൺമെൻറ്റിലേക്ക് റീറ്റെയിലർ അടച്ചാൽ മതി. ക്ലിയർ? അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 250 ദിർഹംസ് കൺസ്യൂമറുടെ കയ്യിൽ നിന്നാണ് ഈടാക്കിയത്, ഫൈനൽ കൺസ്യൂമർ. റീറ്റെയിലർ 5000-ന് പ്രൊഡക്റ്റ് കൺസ്യൂമർക്ക് വിറ്റു, 250 ടാക്സ് വാങ്ങിച്ചു, മൊത്തം 5250-നാണ് വിറ്റത്. ഈ 250-ൻ്റെ ബാധ്യത മൊത്തം ആർക്ക് വന്നു, ഫൈനൽ കൺസ്യൂമർക്ക് വന്നു. അപ്പോൾ വാറ്റ് ലയബിലിറ്റി ഏറ്റവും ബാധിക്കുന്നത് കൺസ്യൂമർ, ഫൈനൽ കൺസ്യൂമറുടെയാണ്. ഇടയിലുള്ളവർക്കൊക്കെ അവരെത്രയാണോ വാല്യൂ അഡീഷൻ നടത്തിയിട്ടുള്ളത്, ആ വാല്യൂ അഡീഷൻ നടത്തിയതിൻ്റെത് മാത്രം എന്ത് ചെയ്താൽ മതി, അവരവരുടെ ടാക്സ് ലയബിലിറ്റി എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഒരു വാറ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനായിട്ട് അവതരിപ്പിക്കാനുള്ളത്. ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ എക്സാമ്പിൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും, നമ്മളിപ്പം വാറ്റ് മേഖലയിൽ അല്ലെങ്കിൽ ഒരു കമ്പനികളിലോ ദുബായിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ വർക്ക് ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് വാറ്റ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ടോട്ടൽ ഒരു ടാക്സ് പീരീഡ് നോക്കുമ്പോൾ ആ ടാക്സ് പീരീഡിലെ ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എന്താണെന്നുള്ളൊരു സമ്മറൈസേഷൻ നമ്മൾ നടത്തേണ്ടതുണ്ട്, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സെയിൽസിൻ്റെ ടാക്സാണ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. അതുപോലെ തന്നെ നമ്മളുടെ മൊത്തം ഇൻപുട്ട് ടാക്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളും നമ്മൾ സമ്മറൈസേഷൻ നടത്തേണ്ടതുണ്ട്. നമ്മുടെ പർച്ചേസിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ടാക്സിൻ്റെ ടോട്ടലാണെന്ത്, ഇൻപുട്ട് ടാക്സ്. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സിൽ നിന്നും ഇൻപുട്ട് ടാക്സ് മൈനസ് ചെയ്താൽ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടത്, ബാലൻസ് നെറ്റ് വരുന്നത് ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടതുണ്ട്. നെഗറ്റീവ് ആണെങ്കിൽ ഗവൺമെൻറ് നമുക്കത് ഇങ്ങോട്ട് തരേണ്ടതാണ്. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് ക്യാഷായിട്ട് തരാനുള്ള സാധ്യത കുറവാണ്.
ക്യാഷായിട്ട് റീഫണ്ട് ചെയ്യുന്ന മേഖലകളുണ്ട്. കോമൺലി നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഇങ്ങോട്ട് തരാനുള്ളത് ടാക്സായിട്ട് ക്യാഷായിട്ട് തരാനുള്ള ചാൻസസ് കുറവാണ്. കോമൺലി ഇല്ല എന്ന് തന്നെ പറയാം. നേരത്തെ പറഞ്ഞ പോലെ പല ബിസിനസ്സുകാരും ആ പൈസ എപ്പോഴാണ് ഗവൺമെൻറ് തരിക എന്നൊക്കെ ചോദിക്കും. അങ്ങനെ തരില്ല. നെക്സ്റ്റ് പീരീഡിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. നെക്സ്റ്റ് പീരീഡിൽ ഇതുപോലെ തന്നെ കാൽക്കുലേഷൻ ചെയ്യുമ്പം തരാനുള്ളത് കഴിച്ചിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്താൽ മതി, അടച്ചാൽ മതി. ഇനി തരാനുള്ളത് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് അടക്കാനുള്ള ഇല്ലെങ്കിൽ ബാക്കി എന്താണുള്ളത് അത് അതിനപ്പുറത്തെ പീരീഡിലേക്ക് എന്ത് ചെയ്യും, ക്യാരി ഫോർവേഡ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കൂടുന്നത് ആ സമയത്തായിരിക്കും ടാക്സ് ലയബിലിറ്റി ഡ്യൂ ഡേറ്റിനുള്ളിൽ അടയ്ക്കേണ്ടി വരിക. ഡ്യൂ ഡേറ്റ് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും. ഡ്യൂ ഡേറ്റിനുള്ളിൽ അടച്ചില്ലെങ്കിൽ ഫൈന്, പെനാൾട്ടി കാര്യങ്ങളൊക്കെ പ്രശ്നമാകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഡ്യൂ ഡേറ്റിന് മുമ്പിൽ അടക്കാൻ ശ്രമിക്കുക. ഡ്യൂ ഡേറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്.